ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു പപ്പയ തോരനുമായിട്ടാണ്. പലരും ഇങ്ങനെ ഒരു തോരൻ്റെ കാര്യം തന്നെ മറന്നുപോയ മട്ടാണല്ലേ. എങ്കിലും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഇത്തരം നാടൻ വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മിക്കവാറും കാര്യമായ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിച്ചായിരിക്കില്ല ഈ പപ്പയ പോലുള്ളവ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. മിക്കവാറും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പറമ്പിൽ തന്നെ ധാരാളമായിട്ടുള്ളതുമാണ്. പപ്പയ തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പപ്പയ നമ്മൾ തൊലിയെല്ലാം ചീവിയിട്ട് ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അര പപ്പയുടെ അല്പം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീരയാണ്, പിന്നെ ജീരകം, അല്പം വെളുത്തുള്ളി, എരിവിന് അനുസരിച്ച് 2-3 പച്ചമുളക് എടുക്കുക. താളിക്കാനായിട്ട് വേണ്ടത് കടുക്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുക്കാം, അതിൽ പ്രശ്നമില്ല. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. പീര, പച്ചമുളക്, ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്താണ് ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അരയ്ക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൻമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ചീവി വെച്ചിരിക്കുന്ന പപ്പയ ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അല്പസമയം മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതിനധികം വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പപ്പയ തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തോരൻ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയ്ക്കൊപ്പമാണ് കഴിക്കാൻ പോകുന്നത്. പോഷക സമ്പുഷ്ടമാണ് നമ്മുടെ ഈ പപ്പയ തോരൻ. ദഹനശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിലെ അണുബാധ അകറ്റുവാനും മുഖക്കുരുവിനെ പ്രതിരോധിക്കുവാനും ഒക്കെ കഴിവുണ്ട്. അതുകൊണ്ട് പിമ്പിൾസൊക്കെ ഉള്ളവർ പപ്പയ തോരനൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. പപ്പയയിൽ വൈറ്റമിൻ എ, ഇ, സി, ബി എന്നിവ അടങ്ങിയിട്ടുണ്ട്. മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പപ്പയ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും